ദ ഫീസ്റ്റ് ഓഫ് പെന്തക്കോസ്റ്റ്, പെന്തക്കോസ്തിൻ്റെ ആചരണം. പഴയ നിയമത്തിലാണ് തുടക്കം. ഇതെല്ലാം ലേവ്യ പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. 23-ാം അധ്യായത്തിൽ എടുത്ത് വായിക്കുക. ദ ഫീസ്റ്റ് ഓഫ് പെന്തക്കോസ്റ്റ്, ഫീസ്റ്റ് ഓഫ് ദ വീക്സ് എന്നാണ് പറയുന്നത്. 50 ദിവസം, അതായത് ആദിഫലത്തിൻ്റെ കഴിഞ്ഞിട്ടുള്ള 50 ദിവസം കഴിയുമ്പോഴാണ് ഇവരിത് ആചരിക്കുന്നത്. ആഫ്റ്റർ ദ റിസറക്ഷൻ. നമ്മൾ ആചരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ഉയർപ്പ് കഴിഞ്ഞിട്ടുള്ള 50 ദിവസം കഴിയുമ്പോൾ. അപ്പോൾ ഈ പഴയ നിയമത്തിൽ വിളവെടുപ്പ് കഴിഞ്ഞിട്ട് ഏകദേശം 50 ദിവസം കഴിയുമ്പോഴത്തേക്ക് സഭയുടെ ഉത്സവമാണ്, ഒരു സന്തോഷത്തിന്. അവരെന്ത് ചെയ്യും? അവർ എല്ലാം അവരുടെ കൃഷി സാധനങ്ങളെല്ലാം ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുന്നതിന് റെപ്രസെൻ്റ് ചെയ്ത് 2 ലോബ്സ്, അതായത് 2 ബ്രെഡ് ദൈവത്തിൻ്റെ മുമ്പിൽ ബേക്ക് ചെയ്ത് 2 ബ്രെഡ് എടുത്ത് 2 ലോഫ് ഓഫ് ബ്രെഡ് കൊണ്ടുവന്ന് പുരോഹിതൻ ദൈവത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ വേവ് ചെയ്യും. അപ്പം ഇവിടെ 2 loaves of bread ഈസ് അൺലെവൻ ബ്രെഡാണ്. ഈ 2 ബ്രെഡും 11 ബ്രെഡാണ്. ഇത് പുളിപ്പുള്ളതാണ്, ഈസ്റ്റ് ഇട്ട് പൊക്കിയതാണിത്. അപ്പം നേരത്തെ ഉള്ളത് അൺലെവൻഡ് ആയിരുന്നു, അത് ഫ്ലാറ്റായിരുന്നു. ഇപ്പം ഈ പെന്തക്കോസ്റ്റ് വന്നപ്പം നല്ലവണ്ണം പൊങ്ങിയ ബ്രെഡാണ് 2 എണ്ണം കൊണ്ട്. അപ്പോൾ 2 എണ്ണം റെപ്രസെൻ്റ് ചെയ്യുന്നത് അതിനും അർത്ഥമുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവിൽ ദൈവം ഓരോന്ന് പറയുമ്പോൾ ഇവിടെ 11 ബ്രെഡ് എന്ന് പറയുമ്പം എല്ലാ മനുഷ്യരും അതിനകത്ത് ഉൾപ്പെടുക. റെപ്രസെൻ്റ് ഓൾ പീപ്പിൾ വിത്ത് ഓൾ ഇംപെർഫെക്ഷൻ ബ്രോട്ട് ബിഫോർ ഗോഡ്. അതായത് യഹൂദൻ്റെ വിളവെടുപ്പിനകത്ത് ലഭിച്ചതിൽ നിന്ന് 1 ബ്രെഡ് അവരെ റെപ്രസെൻ്റ് ചെയ്യുന്നെങ്കിൽ മറ്റേ ബ്രെഡ് ജാതികളെ കൂടെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയുള്ള സിസ്റ്റം. ആദ്യം തുടങ്ങിയത് യഹൂദന് വേണ്ടി, പക്ഷേ ഇപ്പം ദൈവം തമ്പുരാൻ എല്ലാവർക്കും വേണ്ടിയുള്ള 2 ബ്രെഡ് എടുത്ത് അവർ പുരോഹിതൻ കൊണ്ടുവന്ന് ദൈവത്തിന് മുമ്പിൽ ഇങ്ങനെ വേവി ചെയ്യുമ്പം അത് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ്. അതെത്ര മനോഹരമായിട്ടാണ് പെന്തക്കോസ്തിൽ നടന്നതെന്ന് നോക്കണേ. പെന്തക്കോസ്ത് ദിവസത്തിൽ എന്താ സംഭവിച്ചത്? 2-ാം അധ്യായത്തിൽ അപ്പോസ്തല പ്രവൃത്തി പറയുന്നു, അവരെല്ലാവരും പെന്തക്കോസ്ത് നാൾ ഒന്നിച്ചു കൂടിയിരുന്നപ്പോൾ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്ത് നിന്ന് മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. പെന്തക്കോസ്ത് 120 പേരവിടെ കൂടിയിട്ടുണ്ട്. അവരിൽ പതിഞ്ഞു. പിന്നെ കേൾക്കണേ, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിക്കാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി. അതിൻ്റെ അർത്ഥം ഇവിടെ പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നപ്പം അവരെല്ലാം അവരവർക്കറിയാവുന്ന ഭാഷയിലാണ് പറഞ്ഞത് എങ്കിലും കേൾക്കുന്നവർ അവരവരുടെ ഭാഷയിൽ. അതായത് ഞാനാണ് അവിടെ പോയത് നിൽക്കുന്നതെങ്കിൽ അവർ പറയുന്നത് വേറെ ഭാഷയായിരിക്കും, സിറിയാനി ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രീക്ക് ഭാഷയായിരിക്കും, അതൊന്നും പ്രശ്നമല്ല. പക്ഷെ ഞാൻ കേൾക്കുന്നത് മലയാളത്തിലായിരിക്കും. അതങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് തർജ്ജിമ ചെയ്യുക അല്ലെങ്കിൽ വ്യാഖ്യാനം ചെയ്യുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം അങ്ങനെയാണ്. അപ്പോൾ പറയുന്ന ഭാഷ ഏതെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ എനിക്ക് കേൾക്കുന്നത് എനിക്കറിയാവുന്ന ഭാഷ. അപ്പോൾ ഇത് സംഭവിക്കുന്നില്ലേ യുണൈറ്റഡ് നേഷൻസിലൊക്കെ? നമ്മുടെ മോൾ അവിടെയാണ് ജോലി ചെയ്യുന്നത്. അവരൊക്കെ എന്തിയാണ്? അവിടെ ഒരു വചനം ഒരു പ്രസംഗം പ്രസംഗിക്കുമ്പം അവരുടെ എല്ലാവരുടെയും തലയിൽ ഒരു ഇയർഫോണുണ്ട്. ആ ഇയർഫോൺ വെച്ചിരിക്കുമ്പം അവർ ഇംഗ്ലീഷിൽ പറയുന്ന ഓരോരുത്തരുടെയും രാജ്യത്തിലുള്ളവരുടെ ഭാഷയിൽ അവർക്കത് കേൾക്കാൻ സാധിക്കും. അപ്പം അന്ന് നടന്നത് ഇന്ന് ഭൂമിയിൽ ടെക്നോളജിക്കലി നടക്കുന്നുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ. ഇവിടുന്ന് ഒരാളെ അപ്പുറത്തോട്ട് മാറ്റാൻ 1 നിമിഷം മതിയെന്ന്. അത് ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. ഫിലിപ്പോസിനെ ഷണ്ണനെ ബാപ്റ്റിസം കൊടുത്തു കഴിഞ്ഞിട്ട് വെള്ളത്തിൽ നിന്ന് പൊങ്ങിയപ്പം ഫിലിപ്പോസിനെ കണ്ടില്ലെന്ന്. ഫിലിപ്പോസ് പിന്നെ വേറെ കണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ വേദപുസ്തകത്തിലെ കാര്യം സയൻറ്റിഫിക്കലായിട്ട് കുറച്ച് കഴിയുമ്പോൾ മനുഷ്യൻ ചെയ്യും. അതൊന്നും ചെയ്യാതിരിക്കത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ മഹത്വം അറിയാതെ വെറുതെ മനുഷ്യൻ ഓരോന്ന് കാണിക്കുമ്പോൾ മർത്യനെ നോക്കുക, നീ എന്ന് ദൈവം ചോദിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന് വലിയ വിലയാണ്. അപ്പോൾ പെന്തക്കോസ്റ്റ് സെലിബ്രേറ്റിംഗ് ദ ഹാർവെസ്റ്റ്, വിളവെടുപ്പാണ്.
അതിനകത്ത് വിളവെടുപ്പിനകത്ത് നമ്മൾ വായിക്കുമ്പോൾ അന്ന് പെന്തക്കോസ്തിൽ പരിശുദ്ധാത്മാവ് വന്നു, വരിക തന്നെയല്ല അവരുടെ മേൽ ആത്മാവ് നിറഞ്ഞ് അവർ അന്യഭാഷയിൽ സംസാരിച്ചു. അത് തന്നെയല്ല, എല്ലാവരും പുരുഷന്മാർ ശബ്ദം കേട്ട്, യഹൂദന്മാർ തന്നെയല്ല എല്ലാവരും ഒന്നിച്ചു കൂടിയെന്ന് അത് വായിക്കാമല്ലോ. എന്തോ ഒരു വലിയ ശബ്ദം കേട്ടപ്പോൾ ആ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം ഒന്നുകൂടി. അതിനകത്ത് യഹൂദൻ തന്നെ അല്ലെന്ന് എല്ലാവരും വന്നു. ഓരോരുത്തൻ താന്താൻ്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്ന് എല്ലാവരും അവരവർക്കറിയാവുന്ന ഭാഷയിൽ അത് കേട്ടെന്ന്. അങ്ങനെ അവിടെ ഒരു വലിയ റിവൈവൽ. ആദ്യത്തെ സഭ തുടങ്ങിയത് പെന്തക്കോസ്തിലാണ്. അതാണ് പെന്തക്കോസ്ത് ആചരിക്കുന്നത്. നമ്മളത് പെന്തക്കോസ്ത് ദിവസം പരിശുദ്ധാത്മാവ് വന്നിട്ട് അന്നേ വന്നു. ഇന്ന് നമ്മൾ ആചരിക്കുന്ന ദിവസം അല്ല വന്നത്. പെന്തക്കോസ്ത് ഹോളി സ്പിരിറ്റ് 2000 ചില്ലുവാനും വർഷങ്ങൾക്ക് മുമ്പ് ദൈവം നിയോഗിച്ച സമയത്ത് ആത്മാവ് വന്നു കഴിഞ്ഞ് ഇന്ന് പരിശുദ്ധാത്മാവാണ് ഭൂമിയിൽ ഊടാടി നടക്കുന്നുണ്ട്, നമ്മളിൽ വസിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഇവിടെ യേശു കർത്താവ് സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. വി ആർ ഓൾസോ ഇൻ സ്പിരിറ്റ്, വി ആർ ഓൾസോ സീറ്റഡ് വിത്ത് ഹിം. ഇത്ര ഉറപ്പുള്ള വചനമാണ്. നമ്മൾ മനസ്സിലാക്കണം. പെന്തക്കോസ്ത് ദിവസത്തിൽ 2 ബ്രെഡ് പഴയ നിയമത്തിൽ അവർ വേവ് ചെയ്തപ്പം യഹൂദൻ തന്നെയല്ല മറ്റുള്ളവരും അത് കേൾക്കത്തക്ക വിധത്തിൽ മറ്റവരെ റെപ്രസെൻ്റ് ചെയ്യാൻ ഇവിടെ പെന്തക്കോസ്ത് ദിവസത്തിൽ പത്രോസ് പ്രസംഗിച്ചപ്പോൾ 3000 പേര് ദൈവത്തിലായവർ, ക്രിസ്തുവിനെ സ്വീകരിച്ചവരിൽ യഹൂദൻ തന്നെയല്ല മറ്റുള്ളവരും ഉണ്ടായിരുന്നു. അപ്പോൾ ജീസസ് റോസ് ഓൺ ദ ഫീസ്റ്റ് ഓഫ് ദ ഫസ്റ്റ് ഫ്രൂട്ട്. ദ പ്രീസ്റ്റ് വാസ് വേവിങ് ആൻഡ് ദ ടൂംബ് വാസ് ഓപ്പണിങ്. ഒന്നാൾ ടൂംബ് ഓപ്പൺ ചെയ്ത് യേശുക്രിസ്തു കടന്നു വന്നു ഫസ്റ്റ് ഫ്രൂട്ടിൻ്റെ ദിവസം. എന്നാൽ പെന്തക്കോസ്ത് വന്നപ്പം പരിശുദ്ധാത്മാവ് വന്നിട്ട് ആത്മാവിൻ്റെ പകർച്ചയാണ്. ദ ഫസ്റ്റ് ആഡം ഡൈഡ്. ആദ്യ ആദം മരിച്ചു, രണ്ടാം ആദമാവുന്ന ക്രിസ്തു വരേണ്ടി വന്നു നമ്മളെ വീണ്ടെടുക്കാൻ. അപ്പോൾ ഈ പെന്തക്കോസ്തിൽ ഇത് ക്രിസ്ത്യൻ സെലിബ്രേറ്റ് ആസ് ദ ഫസ്റ്റ് ഡേ ഓഫ് ദ ചർച്ച്. നമ്മൾ ഒന്നാമത്തെ വേവിങ്ങിൽ യഹൂദനെ മാത്രമാണ് ഉദ്ദേശിച്ചതെങ്കിൽ പുരോഹിതൻ പഴയ നിയമത്തിൽ രണ്ടാമത്തെ വേവിങ് എന്ന് പറയുന്നത് 2 ബ്രെഡ് എടുത്ത് 2 ലോഫ് ഓഫ് ബ്രെഡ് എടുത്ത് വേവ് ചെയ്തപ്പോൾ യഹൂദന് തന്നെയല്ല ബാക്കിയുള്ള ജനത. ആ കൂട്ടത്തിൽ നമ്മളും പെടുന്നില്ലേ? അങ്ങനെയല്ലേ അന്ന് തുടങ്ങിയ റിവൈവലല്ലേ ഇന്ന് ഭൂമി മുഴുവനും പടർന്ന് യേശുവിനെ അറിയുവാനിടയായത്? യേശു എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, ഒരു ജാതിക്കോ ഒരു മതത്തിനോ വേണ്ടി അല്ല കടന്നു വന്നത്. മനുഷ്യകുലത്തിനെ മുഴുവനും പിതാവാം ദൈവത്തിൻ്റെ അടുക്കൽ കൊണ്ടുപോയി അപ്പനെ തിരിച്ചേൽപ്പിക്കുന്ന മക്കളാക്കി മാറ്റി തിരിച്ചു കൊണ്ടുവരാനാണ് വന്നത്. അതിനകത്തൊരു ജാതി മതം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ദൈവം എല്ലാവർക്കും കൂടിയാണ് ഈ സ്വന്തം പുത്രനെ അയച്ചത്. അവനെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് താഴ്മയും വിനയമുണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ മുറിക്കകത്ത് വരും. എത്ര പണ്ഡിതനാണെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ ആഗ്രഹിച്ചാൽ ദൈവം അവിടെ കടന്നു വരും. പെന്തക്കോസ്തിൽ വിഭജനം മാറി. യഹൂദനെന്ന് തന്നെയല്ല എല്ലാവർക്കുമാക്കി ദൈവം തൻ്റെ ആത്മാവിനെ തന്നു കഴിഞ്ഞു. അപ്പോൾ ഫീസ്റ്റ് ഓഫ് പെന്തക്കോസ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് കലണ്ടർ ഡേറ്റാണ്. അന്ന് 3000 പേരെ സഭയിൽ ചേർത്തു. അപ്പോൾ നമ്മൾ 4 ഫീസ്റ്റിനെ കുറിച്ച് പറഞ്ഞു. 4 ഫീസ്റ്റുകൾ ഒന്നാമത്തെ തൊട്ട് നമ്മൾ പറഞ്ഞ പെസഹായാണ്. പിന്നെ നമ്മളോട് പറഞ്ഞു അൺലെവൻ ബ്രെഡിന് പുളിപ്പില്ലാത്തതാണ്. മൂന്നാമത്തേത് ആദിഫലത്തിൻ്റെതാണ്. നാലാമത്തേത് പെന്തക്കോസ്റ്റ്. ഇത് 4 പഴയ നിയമത്തിൻ്റെ റെപ്രസെൻറ്റേഷന് അത് കഴിഞ്ഞവയാണ്. ഇനി വരാൻ പോകുന്ന 3 അടുത്ത ദിവസം പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. അതിപരിശുദ്ധനായ ദൈവം, ഓരോ ഉത്സവങ്ങളും ക്രിസ്തുവിനെ ചുറ്റിപ്പറ്റി നിൽക്കുമ്പം അതിലൊക്കെ എത്ര ആഴമേറിയ സത്യങ്ങൾ. പിതാവാം ദൈവം സ്വർഗത്തിലിരുന്ന് പിതാപുത്ര പരിശുദ്ധാത്മ എത്ര ക്ലിപ്തമായിട്ട്, എത്ര ഡേറ്റ് ഇട്ട്, എത്ര സമയം തീരുമാനിച്ച് ഭൂമിയിൽ ഓരോന്ന് ചെയ്തെടുക്കുന്നു എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് തരുന്നു. അത് ഞങ്ങൾക്ക് വലിയൊരു ഉറപ്പ് തന്നെയാണ്. പക്ഷേ ഭൂമിയും ഭൂതലവും മാറിപ്പോവും, പക്ഷെ നിൻ്റെ വചനം മാറത്തില്ല. അവിടുന്ന് ചെയ്യേണ്ടതെല്ലാം ഭൂമിയിൽ തക്ക സമയത്ത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിനൊന്നും ആരും ഒരു പിശാചും തടസ്സം നിൽക്കാനൊക്കത്തില്ല. ഒരു ശക്തിക്കും അതിനെതിരായിട്ട്. ഈ ലോകം ഇത്രയും നാൾ നടന്നപ്പോഴും ദൈവത്തിൻ്റെ കാര്യങ്ങൾ ഭംഗിയായിട്ട് അത് ചെയ്തെടുത്തെങ്കിൽ ഞങ്ങളും ആ കൂട്ടത്തിൽ പെടുന്നു. കർത്താവേ,
4 ഫെസ്റ്റിവൽസ് 4 ആഘോഷങ്ങളും പഴയ നിയമത്തിൽ ചെയ്തു തീർത്തു എങ്കിൽ പുതിയ നിയമമായപ്പോഴത്തേക്ക് ഞങ്ങളെ ഇനി വരാൻ പോകുന്നതിനെക്കുറിച്ച് പഠിപ്പിക്കാൻ പോകുന്നതിന് നന്ദിയോടെ സ്തോത്രം. നാഥൻ ചെയ്ത നന്മകൾ ഈ ഓരോ ഉത്സവങ്ങൾ ആചരിക്കുമ്പോൾ നിൻ്റെ കൂടെ നിന്ന് ഞങ്ങൾ നൃത്തം ചെയ്യുന്നതായിട്ട് കണ്ട്, ഞാനും എൻ്റെ കുടുംബവും ദൈവത്തിൽ സന്തോഷിക്കുന്നവരായിട്ട് കണ്ട്, കാഹളം ഊതുമ്പോൾ നിങ്ങൾ ഡാൻസ് ചെയ്യണം, അങ്ങനെ ദൈവം പറയുന്നുണ്ട്. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.